അപ്പോൾ നമുക്കിനി എന്താണ് ട്രാഫിക് എന്ന് നോക്കാം. സോ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ട്രാഫിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പം ആ ഒരു വെബ്സൈറ്റ് ആൾക്കാർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രൗസ് ചെയ്ത വെബ്സൈറ്റിൽ ആൾക്കാർ കയറുക, ആ വെബ്സൈറ്റ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ട്രാഫിക് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നോർമലി കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു വെബ്സൈറ്റിന് നല്ല ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് റാങ്ക് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി പല ടൈപ്പ് ഓഫ് ട്രാഫിക്സ് ഉണ്ട്. നമുക്കപ്പോൾ അത് ഓരോന്നും എന്താ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓർഗാനിക് ട്രാഫിക് ആണ്. അപ്പോൾ എന്താണ് ഓർഗാനിക് ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് നമ്മളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഓർഗാനിക് ട്രാഫിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഹോട്ടൽസ് ഇൻ കൊച്ചി അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൊച്ചിയിലെ കുറച്ച് ഹോട്ടൽസ് ലിസ്റ്റ് ചെയ്ത് തരും. അപ്പം അതിലൊരു ഹോട്ടൽ നമ്മൾ സെലക്ട് ചെയ്ത് അവരുടെ വെബ്സൈറ്റിൽ കയറുക. അത് ഒരു ഓർഗാനിക് ട്രാഫിക് ആണ്. നമ്മൾ ഇന്റർനെറ്റിൽ നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ ഓർഗാനിക് ട്രാഫിക് എന്ന് പറയുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡയറക്ട് ട്രാഫിക് ആണ്. എന്താണ് ഡയറക്ട് ട്രാഫിക്? ഡയറക്ട് ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡൊമൈൻ നെയിം യൂസ് ചെയ്തിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കയറുക, അതിനെയാണ് നമ്മൾ ഡയറക്ട് ട്രാഫിക് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എന്താണ് ഡൊമൈൻ നോക്കാം. അതായത് ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ .com അല്ലെങ്കിൽ .in, .co.in ഇത്തരത്തിലുള്ള എക്സ്റ്റൻഷൻസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കയറുക. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ facebook.com അല്ലെങ്കിൽ metafora.in. അപ്പം ഇത്തരത്തിലുള്ള ഡൊമൈൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് തന്നെ നമ്മൾ കയറുന്നതിനെയാണ് നമ്മൾ ഡയറക്ട് ട്രാഫിക് എന്ന് പറയുക. അപ്പോൾ ഇനിയുള്ളത് മറ്റൊരു ട്രാഫിക് എന്ന് പറയുന്നത് റെഫറൽ ട്രാഫിക് ആണ്. അപ്പോൾ എന്താണ് റെഫറൽ ട്രാഫിക്? നമുക്ക് ആ ഒരു പേരിൽ തന്നെ ക്ലിയർ ആണ്, റെഫർ ചെയ്യുക. അതായത് മറ്റുള്ള വെബ്സൈറ്റ്സ് നമ്മളെ റെഫർ ചെയ്തിട്ട് കയറുക. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കേരള ടൂറിസത്തിന്റെ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാർ നമ്മൾ അവിടെ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കേരള ടൂറിസത്തിന്റെ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണ്. അപ്പം അതിൽ നമുക്ക് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഹോട്ടൽസ് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അവിടുത്തെ ഹോട്ടൽസ് ലിസ്റ്റ് ചെയ്ത് വരും. നമ്മൾ ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റ് എടുത്തു, ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഒരു ഹോട്ടലിന്റെ വെബ്സൈറ്റ് കണ്ടു, അപ്പം ആ ഒരു ഹോട്ടലിന്റെ വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്തു. അപ്പം ഇങ്ങനെ റെഫർ ചെയ്ത് നമ്മൾ വെബ്സൈറ്റ് ട്രാഫിക് ഉണ്ടാക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെഫറൽ ട്രാഫിക്കിംഗ് എന്ന് പറയാം. പിന്നീടുള്ളത് പെയ്ഡ് ട്രാഫിക് ആണ്. അത് നമുക്ക് പേര് തന്നെ ക്ലിയർ ആണ്, നമ്മൾ പെയ്ഡ് ആയിട്ട് ട്രാഫിക് ഉണ്ടാക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരിക. ഇതിനെയാണ് നമ്മൾ പെയ്ഡ് ട്രാഫിക് എന്ന് പറയുക. നമ്മൾ ലെസ് എക്സ്പെൻസീവ് ആണ്, നമുക്ക് ട്രാഫിക് കൂടാൻ ഏറ്റവും നന്നായിട്ട് നമുക്ക് ട്രാഫിക്കിംഗ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് പെയ്ഡ് ട്രാഫിക്കിംഗ്. നമ്മൾ മോസ്റ്റ് ആൾക്കാർ നമ്മൾ യൂസ് ചെയ്യുക എപ്പോഴും പെയ്ഡ് ട്രാഫിക് ആണ്. കാരണം നമുക്ക് ആഡ് റൺ ചെയ്ത് നല്ലപോലെ ട്രാഫിക് കൂട്ടാൻ പറ്റും. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് SEO ചെയ്തിട്ട് നമുക്ക് റാങ്ക് ആവാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പെയ്ഡ് ട്രാഫിക്കിൽ വരിക. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ട്രാഫിക് ആണ്. എന്താണ് സോഷ്യൽ മീഡിയ ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോഷ്യൽ മീഡിയാസിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കുക. നമ്മുടെ സോഷ്യൽ മീഡിയ കാണുമ്പോൾ ആൾക്കാർ അതിൽ ആ ഒരു വെബ്സൈറ്റ് നോക്കി ആ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക. അപ്പം ഇതാണ് ബേസിക്കലി സോഷ്യൽ മീഡിയ ട്രാഫിക്കിംഗ്. നമ്മുടെ പേജ് ഇപ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുവഴി നമ്മുടെ വെബ്സൈറ്റിലെ ട്രാഫിക് കൂട്ടുക. ഇതാണ് സോഷ്യൽ മീഡിയ ട്രാഫിക്. ഇനിയുള്ളത് ഇമെയിൽ ട്രാഫിക്കിംഗ് ആണ്. ഇമെയിൽ ട്രാഫിക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇമെയിൽ ത്രൂ നമ്മുടെ വെബ്സൈറ്റിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ട് നമ്മൾ ആൾക്കാരെ നമ്മുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യിപ്പിക്കുക. എനിക്ക് തോന്നുന്നു സ്വിഗ്ഗി ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വിഗ്ഗിയിൽ നിന്നൊക്കെ മെയിൽ വരാറുണ്ട്, അങ്ങനത്തെ ആമസോൺ വരാറുണ്ട്, മിന്ത്ര വരാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓഫേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മെയിൽ അയച്ചിട്ട് അവരുടെ വെബ്സൈറ്റ് നമ്മളെ കൊണ്ടിട്ട് യൂസ് ചെയ്യിപ്പിക്കുക, മെയിൽ ത്രൂ വെബ്സൈറ്റ് ചെക്ക് ചെയ്യിപ്പിക്കുക. അപ്പം ഇതാണ് ഇമെയിൽ ട്രാഫിക്കിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാഫിക്കിംഗ് എന്നുള്ള ടോപ്പിക്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.